ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിനെ പൂർണ്ണമായും ഗസയിൽ നിന്ന് പലസ്തീനിൽ തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു. അതായിപ്പോൾ ഏകദേശം 8 മാസത്തോളം കഴിയുമ്പോൾ ഇസ്രായേലിൻ്റെ സൈനിക വക്താവ് കഴിഞ്ഞ ദിവസം പറയുന്നു, ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമായ ഒന്നല്ല. ഹമാസ് എന്ന ഐഡിയോളജി അത്രമേൽ ഗസയിലും ആളുകളിലും മനുഷ്യരിലും ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. അത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അതിന് പകരം ഒരു ഐഡിയോളജി ഉണ്ടാക്കിയെടുക്കൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു വിലയിരുത്തലിലേക്ക് ഇസ്രായേൽ എത്തുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്ന് കൂടി സംസാരിക്കണം. അബു സാഹിബ്, എന്ത് തോന്നി സൈനിക വക്താവിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ? സൈഫ് ഉദ്ധരിച്ച ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഡാനിയൽ ഹഗാരി എന്ന് പറയുന്ന IDFൻ്റെ സ്പോക്സ്മാനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇസ്രായേലി മാധ്യമങ്ങൾ എഴുതാറുള്ളത് ദ മോസ്റ്റ് സീസൺ സ്പോക്സ് പേഴ്സൺ ഓഫ് IDF എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ദ ബിസിനസ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, ദ ബിസിനസ് ഓഫ് ഡെസ്ട്രോയിങ് ഹമാസ്, മേക്കിംഗ് ഹമാസ് ഡിസപ്പിയർ, ഇറ്റ് സിംപ്ലി ത്രോയിങ് സാൻഡ് ഓൺ പബ്ലിക് ഐസ് എന്ന് പറഞ്ഞാൽ ഹമാസിനെ തകർക്കുക അല്ലെങ്കിൽ ഹമാസിനെ അപ്രത്യക്ഷമാക്കുക എന്ന പരിപാടി, ആ വാക്ക് ശ്രദ്ധിക്കുക. ദ ബിസിനസ് ഓഫ് ഡെസ്ട്രോയിങ് ഹമാസ്, ഹമാസിനെ തകർക്കുക എന്ന പരിപാടി, ആ പരിപാടി ആർക്കാണ് ഉള്ളത്? ഇസ്രായേലിൻ്റെ പരിപാടിയാണ്, അല്ലെങ്കിൽ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ പരിപാടിയാണ്. ആ പരിപാടി അത് ലളിതമായി പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ്. ഹമാസ് ഇസ് എൻ ഐഡിയ, ഇസ് എ പാർട്ടി. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്, ഡീപ്ലി റൂട്ടഡ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് പീപ്പിൾ. ഇത് ഹമാസിൻ്റെ ഒരു വക്താവല്ല പറയുന്നത്, IDFൻ്റെ വക്താവാണ് പറയുന്നത്. ഹമാസ് എന്ന് പറയുന്നത് ഒരു ആശയമാണ്, ഒരു പാർട്ടിയാണ്, ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരുകളുള്ളതാണ്. എനിവൺ ഹൂ തിങ്ക് വി ക്യാൻ എലിമിനേറ്റ് ഹമാസ് ഈസ് റോങ്. ഹമാസിനെ ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. ഹമാസിനെ ഇല്ലാതാക്കാമെന്ന് വിചാരിക്കുന്ന ആരാണ്? ബെന്യാമിൻ നെതന്യാഹുവാണ്. എന്ന് പറഞ്ഞാൽ ബെന്യാമിൻ നെതന്യാഹുവിന് തെറ്റുപറ്റിയെന്നാണ്. അപ്പോൾ ഇത് വളരെ വിചിത്രമായിട്ടുള്ള, എന്താ പറയുക, വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഞാൻ പറയുന്നു. ഈ അവിടുത്തെ ഇസ്രായേലി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലും മിലിറ്ററി ലീഡർഷിപ്പിനും ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഡിവൈഡുണ്ട്. ഇപ്പോൾ 3-4 ദിവസം മുമ്പാണ് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ടാക്റ്റിക്കൽ പോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി IDF പ്രഖ്യാപിക്കുകയാണ്. എന്താണ്, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വരാൻ വേണ്ടിയിട്ട് ഈ നേരം 7 AM to 7 PM ചില ഏരിയകളിൽ, റഫയുടെ ചില ഭാഗങ്ങളിൽ വെടിനിർത്തുകയാണ് എന്ന്. അപ്പോൾ ആ പ്രസ്താവന IDFൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഉടനെ നെതന്യാഹു എന്താണ് പരസ്യമായിട്ട് ചോദിക്കുന്നത്, ഇതാര് തീരുമാനിച്ചതാണെന്നാണ്. ഇതാര് തീരുമാനിച്ചതാണ്, ആര് പറഞ്ഞതാണ്? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡിവൈഡ്, മിലിറ്ററി പൊളിറ്റിക്കൽ ഡിവൈഡ് അവിടെ ശക്തമായിട്ടുണ്ട്. ഇന്നലെ മെനിയാന്ന് സംഭവിച്ച വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒരു ലീക്ഡ് ന്യൂസ് പല മാധ്യമങ്ങളിലും വരികയാണ്. എന്താണ് ആ വാർത്ത? IDFൻ്റെ 75,000-ഓളം സൈനികർ പെർമനൻ്റ്ലി ഡിസേബിൾഡായി എന്ന് പറയും. അതെങ്ങനെയാണ് ഈ വാർത്ത? ഹമാസിൻ്റെ ഖസാം ബ്രിഗേഡിൻ്റെ വക്താവ്, എന്താ അയാളുടെ പേര്, അബു ഉബൈദ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്. IDF അവരുടെ കാഷ്വാലിറ്റി കുറച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അവർ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കണക്കുകൾ കുറച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കമ്മ്യൂണിക്കേലും പറയുന്നൊരു കാര്യമാണ്. അപ്പം ഒരു വാർത്ത ഇസ്രായേലി മാധ്യമങ്ങളിലും ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളിൽ വരികയാണ്, 75,000 IDFകാർ പെർമനൻ്റ്ലി ഡിസേബിൾഡായി, പരിക്ക് പറ്റിയെന്നുള്ളതല്ല കേട്ടോ പറയുന്നത്, പെർമനൻ്റ്ലി ഡിസേബിൾഡായി അവരെ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലാക്കിയിരിക്കുകയാണ്. റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് പുതുതായി ഉണ്ടാക്കേണ്ടി വന്നിരിക്കുകയാണ്. 10,000-കണക്കിന് പട്ടാളക്കാർക്ക് PTSD അല്ലേ, പോസ്റ്റ് ട്രോമ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. ഈ സൈക്കോളജിക്കൽ ഡിസോർഡർ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകൾ വിവിധ മാധ്യമങ്ങൾ വരികയാണ്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്? അത് IDF പ്ലാൻ ചെയ്യുന്ന വാർത്തയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദ ബിസിനസ് ഓഫ് ഡെസ്ട്രോയിങ് ഹമാസ്, ഹഗാരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബിസിനസ് ഓഫ് ഡെസ്ട്രോയിങ് ഹമാസ്, ഈ പരിപാടി നടക്കില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം 8 മാസമായി അവർ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. 8 മാസമായി ഈ പണിയെടുക്കുന്നത് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാ ടെക്നോളജിയും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് എന്താണ് കഴിഞ്ഞ 10, 12, 13 വർഷത്തോളമായി ഉപരോധത്തിൽ കഴിയുന്ന ഒരു നഗരത്തിന് മേൽ ഇടാവുന്നതിൻ്റെ മാക്സിമം ബോംബുകൾ ഇട്ട് കഴിഞ്ഞു. ഉപയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞു. മനുഷ്യന്, മനുഷ്യഭാവന, മനുഷ്യൻ്റെ
ഏറ്റവും വന്യമായ ഭാവനയിൽ ചെയ്യാവുന്ന ഏറ്റവും പൈശാചികവും ക്രൂരവുമായ എല്ലാ ക്രൂരതകളും ചെയ്തു കഴിഞ്ഞു. അവരെവിടെയൊക്കെ പോകും? ഹോസ്പിറ്റൽ ഇൻക്യുബേറ്ററിൽ ബോംബിട്ടു, മെറ്റേണിറ്റി വാർഡിൽ ബോംബിട്ടു, ഓപ്പറേഷൻ തിയേറ്ററിൽ ബോംബിട്ടു, ഡോക്ടർമാരെ കൊന്നു, നഴ്സുമാരെ കൊന്നു, ഡയാലിസിസ് പേഷ്യൻസിനെ കൊന്നു, അന്ധബധിര വിദ്യാലയങ്ങളിൽ ബോംബിട്ടു, വീൽ ചെയറുകളിൽ ബോംബിട്ടു. മനുഷ്യൻ്റെ ഏറ്റവും വന്യവും പൈശാചികവുമായ ഭാവനയിൽ ചെയ്യാവുന്ന ക്രൂരതയുടെ പരമാവധി സാധ്യമായ സർവായുധങ്ങളും ഉപയോഗിച്ച് 8 മാസത്തോളമായി ഒരു കുഞ്ഞു ദേശത്ത് 40 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞു ദേശത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 8 മാസം കഴിഞ്ഞിട്ട് അവരെന്താ പറയുന്നത്? ദ ഐഡിയ ഓഫ് ദ ബിസിനസ് ഓഫ് ഡെസ്ട്രോയിങ് ഹമാസ് നടക്കാൻ പോകുന്നില്ല എന്ന്. നോക്കൂ, ഇത് ഈ ഔട്ട് ഓഫ് ബോക്സ് തുടങ്ങിയ കാലം മുതൽ നമ്മൾ പറയുന്ന കാര്യമാണ്. ഹമാസിനെ തകർക്കുക എന്ന് പറയുന്നത്, ഈ യുദ്ധം എന്ന് പറയുന്നത് ധാരാളം ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഇസ്രയേൽ പരാജയപ്പെടുകയും ചെയ്യുന്ന യുദ്ധമായിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ വന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, ഹമാസ് തകർന്നു, ഇസ്രയേൽ വിജയിച്ചു എന്നൊക്കെ നമ്മുടെ സൈബർ സ്പേസിൽ ഈ പറയുന്ന നവനാസ്തികരും സംഘികളും സുമേഷ് കാവിപ്പടയും എസൻസ് ഗ്ലോബലും അല്ലാതെ ഈ യുദ്ധത്തെ അതിൻ്റെ ഒരു മിലിറ്ററി പെർസ്പെക്റ്റീവിൽ നോക്കി അനലൈസ് ചെയ്യുന്ന ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കുന്ന അമേരിക്കൻ മാധ്യമങ്ങൾ വരെ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഹമാസ് ഇസ്രായേൽ അതിൻ്റെ മിലിറ്ററി ടാർഗറ്റിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഡാനിയൽ ഹഗാരി പരസ്യമായി സമ്മതിക്കുകയാണ്. ഡാനിയൽ ഹഗാരിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം എല്ലാ ദിവസവും IDF ചീഫ് ഹേഴ്സി ഹലേവിയായിട്ട് ബ്രീഫിംഗ് ഉള്ള ഒരാളാണ്. ഡെയിലി ബ്രീഫിംഗ് നിർബന്ധമാണ്. ഈ ഡെയിലി ബ്രീഫിങ്ങിന് ശേഷം മാത്രമേ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ സൈന്യത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള ആളുമായിട്ട് എല്ലാ ദിവസവും ഇരുന്ന് സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളായിട്ട് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ഇത് പറഞ്ഞതിന് ശേഷം അത് ഇസ്രായേലി സൊസൈറ്റിയിൽ മാധ്യമങ്ങളിൽ വലിയ വിവാദമായി. ഹെസൽ ഹലേവി അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഒരക്ഷരം പറഞ്ഞില്ല. പക്ഷേ ഒരാൾ പറഞ്ഞു. അതാരാണ്? ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ട്വിറ്ററിൽ വന്നിട്ട് ഇതേക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ദ സെക്യൂരിറ്റി ക്യാബിനറ്റ്, നമ്മൾ അദ്ദേഹത്തിന് വേർഡിങ് ശ്രദ്ധിക്കണം, ദ സെക്യൂരിറ്റി ക്യാബിനറ്റ് ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഭരിക്കുന്ന ക്യാബിനറ്റ് ഉണ്ടല്ലോ, ഡിഫൈൻഡ് വൺ ഓഫ് ദ വാസ്റ്റ് ഗോൾസ് ആസ് എ ഡെസ്ട്രക്ഷൻ ഓഫ് ഹമാസ് മിലിറ്ററി ആൻഡ് ഗവേണിംഗ് കേപ്പബിലിറ്റീസ്. ഞാൻ നിയന്ത്രിക്കുന്ന മന്ത്രിസഭ യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി ഹമാസിൻ്റെ മിലിറ്ററി ആൻഡ് ഗവേണിംഗ് ക്യാപ്പബിലിറ്റീസ് തകർക്കുക എന്നുള്ളത് യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കുക, ഇദ്ദേഹം തുടക്കത്തിൽ എന്താ പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന വാക്കുകൾ എന്നറിയോ? കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് ഹമാസ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹമാസ് എന്നാണ്. ആ വാക്ക് മാറിയിട്ടുണ്ട്, മിലിറ്ററി ആൻഡ് ഗവേണിംഗ് കേപ്പബിലിറ്റീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വാചകം, ദ IDF ഈസ് ഓഫ് കോഴ്സ് ഒബ്ലിഗേറ്റഡ് ടു ദിസ്. അപ്പോൾ ഇതാണ് ഞാൻ നയിക്കുന്ന മന്ത്രിസഭ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ലക്ഷ്യം, അത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളണം എന്നുള്ളതാണ്. ഇത് പരസ്യമായിട്ട് ഒരു മിലിറ്ററിയോട് ഒരു പ്രധാനമന്ത്രിക്ക് ഇത് ട്വിറ്ററിൽ വന്ന് പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇതേക്കുറിച്ച് ഒരു ഇസ്രായേലി മാധ്യമത്തിലൊരു ഒരു വിശകലന ലേഖനം വന്നപ്പോൾ ഒരു റിട്ടയർഡ് പട്ടാള ഉദ്യോഗസ്ഥൻ എന്നെ കോട്ട് ചെയ്യുന്നുണ്ട്. അയാൾ പറയുന്നത് സ്ട്രാറ്റജിക് വിക്ടറി നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഗസയിലേക്ക് വന്നിരിക്കുന്നത്. സ്ട്രാറ്റജിക് വിക്ടറി പോട്ടെ, അത് നേടാൻ പോകുന്നില്ല. നന്ന ചുരുങ്ങിയത് ഒരു സ്ട്രാറ്റജിക് ക്ലാരിറ്റി എങ്കിലും ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നെതന്യാഹു പറയുന്ന കാര്യമാണ്, ഹമാസിൻ്റെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസും ഗവേണിംഗ് ക്യാപ്പബിലിറ്റീസും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഓക്കെ, മിലിറ്ററി ക്യാപ്പബിലിറ്റീസ് ഇല്ലാതാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. ഗവേണിംഗ് ക്യാപ്പബിലിറ്റീസ് എങ്ങനെയാണ് ഇല്ലാതാക്കുക? ഗവേണിംഗ് ക്യാപ്പബിലിറ്റീസ് ഇല്ലാതാക്കണമെങ്കിൽ ഗസ ഭരിക്കാൻ വേറെ സംവിധാനം ഉണ്ടാകണം. അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രാഥമികമായ ആശയമുണ്ടോ? ഒരാശയമില്ല. അപ്പോൾ ഇസ്രായേലിന് ഓരോ ദിവസവും ഈ യുദ്ധം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ യുദ്ധമാണെന്നാണ് ഇസ്രായേൽ തന്നെ പറയുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശയക്കുഴപ്പത്തിൻ്റെ യുദ്ധമായി ഇത് മാറി എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അജിംസി, യുദ്ധവും ഹമാസും എന്തൊക്കെയാണ് ഇസ്രായേലിനെ പഠിപ്പിച്ചത്? അല്ല, ഈ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, പഠിക്കാൻ പോകണുള്ളൂ. ഇപ്പോൾ ഈ ജൂലൈ ഫസ്റ്റ് വീക്ക് ഓർ സെക്കൻഡ് വീക്കിൽ വേറൊരു ബോംബ് കൂടി വിടാനുണ്ട്. ബോംബ് എന്ന് വെച്ചാൽ ഒക്ടോബർ 7 ആക്രമണം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അന്വേഷണം പബ്ലിക്കലി വരേണ്ട സാധനമാണ്, പ്രസിദ്ധീകരിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ കൂടി ലീക്കായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ ലീക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒക്ടോബർ 7 കുറേ ഫ്രണ്ട്ലി ഫയർ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഫ്രണ്ട്ലി ഫയർ എന്ന് വെച്ചാൽ ഹോസ്റ്റേജസിനെ കൊണ്ട് ഈ ഹമാസ് ഭീകരവാദികൾ പോകുമ്പോൾ അവരെ വെടിവെക്കുന്നു എന്ന വ്യാജന ഈ ഹോസ്റ്റേജസിനെ വെടിവെച്ചു.
അങ്ങനെയാണ് മരണസംഖ്യ ഇത്ര ഉയർന്നതെന്നാണ് ഒരു ലീക്ക് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ലീക്ക് ഈ ജെറുസലേം വാൾ എന്ന് പറയുന്ന, അല്ല ഈ ഗസയും ഇസ്രായേലിനെ വേർതിരിക്കുന്ന ഒരു മതിലുണ്ടല്ലോ, ഫെൻസ്, ആ ഫെൻസിനടുത്ത് 170 ഹമാസ് ഭീകരവാദികൾ ഈ ഒക്ടോബർ 7-ന് 4 ദിവസം മുമ്പ് ട്രെയിനിങ് നടത്തുന്നതായിട്ട് ഇവരുടെ ഒബ്സർവർ എന്ന് പറഞ്ഞാൽ അത് നെസസറിലി ഒരു മനുഷ്യനാവണമെന്നില്ല, അവരുടെ ഉപകരണങ്ങൾ കണ്ടിരുന്നു 170 പേർ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ട് എന്താണ്, എന്ത് റിപ്പോർട്ടാണ് സൈനിക നേതൃത്വത്തിന് കൊടുത്തത് എന്ന ചോദ്യത്തിന് അതിൽ പറഞ്ഞ അനദർ ട്രെയിനിങ്, അത് എല്ലാ ദിവസവും നടക്കുന്ന പോലെ അനദർ ട്രെയിനിങ് എന്നവർ കണ്ടെത്തി. അപ്പോൾ അന്ന് ഉണ്ടായ ഒരു ഗൂഢാലോചന സേഫിന് ഓർമ്മയുണ്ടാവും. ഇത് ഇസ്രായേൽ അനുവദിച്ച ഒരു ആക്രമണമാണ്, ഇസ്രായേൽ അറിഞ്ഞ് ചെയ്ത ഒരു ആക്രമണമാണെന്നൊരു വ്യാപകം, അല്ലെങ്കിൽ ഹമാസിനെ കൊണ്ട് സാധിക്കില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? വലിയ തോതിലുള്ള സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായിരിക്കുകയാണ്. അത് അവരുടെ കയ്യിൽ നിന്ന് അബദ്ധമാണെന്നാണ് ആ ലീക്ക് തെളിയിക്കുന്നത്. അതിൻ്റെ പൂർണ്ണരൂപം അടുത്ത മാസം വരാൻ പോവുകയാണ്. അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? ആ ഇമ്പാക്റ്റ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡാനിയൽ ഹഗാരിയുടെ ഈ പ്രസ്താവന വരുന്നത്. അപ്പോൾ ഡാനിയൽ ഹഗാരിയുടെ നെതന്യാഹുവിൻ്റെ ആ മറുപടിയിൽ വേറൊരു വാചകം കൂടിയുണ്ട്. ഇസ്രായേൽ ഈസ് എ സ്റ്റേറ്റ് വിത്ത് മിലിറ്ററി, നോട്ട് എ മിലിറ്ററി വിത്ത് സ്റ്റേറ്റ് എന്നാണ് കൊടുക്കുന്ന മറുപടി. ഞാൻ പറഞ്ഞോളാം കാര്യങ്ങൾ. അതങ്ങനെ ഒന്ന് ആലോചിച്ചു. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സൈനിക ഉദ്യോഗസ്ഥന വക്താവ് വന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏതെങ്കിലും ഡിസിഷനെതിരായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? എത്ര ഡെമോക്രസിയുള്ള രാജ്യത്താണെങ്കിലും സൈന്യം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതിനർത്ഥം സംതിങ് ബിഗ് ഹിസ് ടു ബി ഹാപ്പൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഹമാസിൻ്റെ ഉന്മൂലനം സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായിരിക്കും അമേരിക്ക ഇസ്രായേലിൻ്റെ സ്റ്റെപ്പ് എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നമസ്കാരം.